ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇവിടെ ഈദിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അവധിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പ്ലാനിങ് ഒക്കെ കുറച്ച് നാളെ നടക്കുന്നു. എന്നാൽ ഈ ടൈമിലാണ് ഞങ്ങൾ പോയത്. ഇവിടെ കുറേ ഫാമിലി ബീച്ചസ് ഉണ്ട് ഖത്തറിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബീച്ചിൽ പോയിട്ട് നൈറ്റ് എല്ലാവരും കൂടെ സ്റ്റേ പുറത്ത് ഫുള്ളില്ല, എന്നാലൊരു 10 o'clock വരെയൊക്കെ പുറത്ത് നിന്നൊരു ബാർബിക്യൂ നൈറ്റ് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഇവിടെയുള്ള അൽ വക്ര ബീച്ചിലാണ് പോയത്. കുറേ ഫാമിലീസ് ആട്ടോ, ഇത് ഫാമിലി ബീച്ചാണ്. ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അന്ന് കുറേ നല്ല റഷ് ഉണ്ടായിരുന്നു. ഇതിന് എല്ലാവർക്കും അവധി ഉണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. കുറേ ഫാമിലീസൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഖത്തറിലുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ, ഫാമിലി ബീച്ചസിൽ നൈറ്റ് ഒന്ന് പുറത്ത് പോയി സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ മുമ്പ് ഒരിക്കലും പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പേരില്ലായിരുന്നു. ഞങ്ങളൊരു 4 പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളുള്ളവർക്കാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഈദിൻ്റെ ആ വെക്കേഷൻ ടൈമിലെ മെയിൻ ഹൈലൈറ്റ് ഇതായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയതല്ല, ഒരു 2-3 days ആയി. കുറച്ച് വൈകി ഞാൻ പറയാം. ഞാൻ എപ്പോഴും ലേറ്റാണ്, സോറി. സ്കൂൾ റീഓപ്പൺ ആയി, പിന്നെ അതിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോൾ അതുകൊണ്ടാട്ടോ. നമ്മൾ മെയിനായിട്ട് ഫിഷും ചിക്കനും ആയിരുന്നു കേട്ടോ ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ചിലതിന് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ മസാല ഉള്ളത് മേടിച്ചു, ചിലത് വീട്ടിൽ നിന്ന് മസാല ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോയത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ആ ദിവസങ്ങളിൽ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ടുള്ള ഒരു ഫയർ വർക്ക്സിൻ്റെത്. അത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. അപ്പം ഈദിൻ്റെ ടൈമിൽ ആ ഒരു അവധിയിലൊരു 3-4 ദിവസം കണ്ടിന്യൂസ്ലി എല്ലാ രാത്രിയിലും ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഞാനത് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞങ്ങൾ ഫുഡ് ഈ ദിവസം, അതായത് ഈ ബാർബിക്യൂ ചെയ്ത ദിവസം പെണ്ണുങ്ങൾക്ക് റെസ്റ്റ് ആയിരുന്നു. വീട്ടിൽ നിന്നുള്ള പ്രിപ്പറേഷൻസിൻ്റെ ഇത് മാത്രം ഉള്ളായിരുന്നു. ബാക്കി എല്ലാ ആണുങ്ങളാണ് ചെയ്തത്. അവർ തന്നെ എല്ലാം ബാർബിക്യൂ ചെയ്ത് കൊണ്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങളെല്ലാവരും അതിരുന്ന് കഴിക്കും. അതായിരുന്നു ഞങ്ങൾ അപ്പുറത്തെ സൈഡിലായിരുന്നത്, ഇതിൻ്റെ അവിടുത്തെ പുഹയുടെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടിപൊളിയായിട്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. എനിക്കറിയാം വീഡിയോ കുറച്ച് ഡാർക്കാണ്, നിങ്ങൾക്കൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ലെന്ന്. എന്നാലും സാരമില്ല, ഞാൻ വിചാരിച്ചു എന്തായാലും പോസ്റ്റ് ചെയ്യാം. അതൊരു മെമ്മറി ആണല്ലോ നമ്മളുടെ. ഇത് ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് കണ്ടിട്ട് ഫാമിലിയുടെ പുറത്തൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോകാൻ തോന്നുവാണെങ്കിൽ അത് അത്ര മതി എനിക്ക്. ഞാനപ്പോൾ ഇതൊരു മെമ്മറി പോലെ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്കറിയാം അത്ര ക്ലിയർ ഒന്നും അല്ലാന്ന്. ഇതിപ്പോൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിഷും സൈഡിൽ ചിക്കനും കേട്ടോ, ഫുൾ ഫിഷും പിന്നെ ചിക്കനും. ഇവിടെ ഖത്തറിൽ വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ ഈ ഗ്രിൽഡ് ഫിഷ്. അത് ഒരുപാട് സ്പോട്ട്സ് ഉണ്ട്. ഞാനതൊന്ന് ഇച്ചിരി ഒരു ബ്രേക്ക് വരുമ്പോൾ അതിൻ്റെ പറ്റിയ നല്ല സ്പോട്ട്സൊക്കെ മെയിൻ ഏരിയസിൽ പോയി കാണിക്കാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഗ്രിൽഡ് ഈ ഫിഷിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ 2-3 ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇവിടെ വരുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ ഖത്തറിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളും ഒക്കെ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. വെക്കേഷൻ വരെയാണ്. ആ സമയത്ത് അവിടെ ഇന്ത്യയിൽ നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും എന്ത് ടൈപ്പ് ഓഫ് വ്ളോഗ്സ് വേണമെന്നൊക്കെ നിങ്ങൾ പറയാം. അവിടെ ചെന്നാൽ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആകും, കാരണം ഫ്രീ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവധിയൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങളെന്തായാലും അതും സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇതിലുള്ളവരെല്ലാം നിങ്ങൾക്ക് കുറേ വീഡിയോസിലും പരിചയമുള്ള മുഖങ്ങളായിരിക്കും. അതിൽ ഒരു ഫാമിലി മാത്രമേ പുതിയതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരുമായിട്ട് നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു. നിങ്ങളെന്തായാലും ഞാൻ എന്തായാലും ഒന്നുകൂടെ പറയാം, ഇവിടെ ഫാമിലി ബീച്ചസ് അവൈലബിൾ ആണ് ഖത്തറിൽ, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പം വക്രയിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, നല്ല രസമായിരിക്കും. ഇപ്പം ഇങ്ങനെ പോയി ഗ്രില്ല് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക്. ഞങ്ങൾ ഇതിന് മുമ്പ് പോയപ്പോൾ ഞാനും ടോണിയും പിന്നെ ഞങ്ങളുടെ എപ്പോഴും നിങ്ങൾ കാണാറില്ലേ നിഖില വിശാലേട്ടൻ, അപ്പം ഞങ്ങൾ 4 പേരുടെ ചുമ്മാ പോയി കാർഡ്സൊക്കെ ഇരുന്ന് കളിച്ച് ചുമ്മാ ഞങ്ങൾ എന്തോ ചെറിയ സ്നാക്സൊക്കെ എന്തോ മേടിച്ചിട്ടുള്ളൂ. ഇതൊന്ന് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പം പോയത്. അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി, നല്ല രസമായിരുന്നു. കാരണം നമ്മൾ ഇപ്പം ഈ നമ്മുടെ സ്വന്തം നാട്ടിലല്ലാതെ പുറത്തൊക്കെ ഉള്ളവർ ഉണ്ടാവില്ലേ, പുറത്തൊക്കെ ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലേ. ഇതിൽ ടോണിയുടെ കസിനും ഉണ്ട് കേട്ടോ. ആ ഈദിൻ്റെ വെക്കേഷൻ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്കും ഒരു നല്ല എക്സ്പീരിയൻസ്. ആകെ 2 ദിവസത്തേക്ക് അവൾ വന്നു. 2 ദിവസം ഫുൾ പാക്ഡ് ആയിട്ട് ഞങ്ങൾ ഖത്തർ ചുറ്റുമായിരുന്നു.
അതുകൊണ്ടുകൂടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ബിസി ആയി പോയത്. നല്ല രസമായിരുന്നു കേട്ടോ. അവൾ ഇനി വരുമ്പം ഞങ്ങൾ കൂടുതൽ വീഡിയോസ് പുറത്ത് എക്സ്പ്ലോർ ചെയ്യും. എൻ്റെ കൂടി നന്നായിട്ട് എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്പനിയാണ് അവൾ. അപ്പോൾ ഇനിയത്തെ വീഡിയോസിൽ അവൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു, ഇങ്ങനെ നമ്മൾ കുറച്ചൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്യുകയോ പഠിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിപ്പോവും. അപ്പം എല്ലാവരും അങ്ങനെ ടൈം കണ്ടെത്തുക. അപ്പോൾ ടാറ്റാ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.